സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയിട്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന 4 ഡിഫറെൻറ്റ് ഫ്രേസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ടു സം എക്സ്റ്റെൻറ്റ്, ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്, ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്, ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ഈ 4 ഫ്രേസസും തമ്മിൽ വളരെ കുഞ്ഞു ഡിഫറൻസസേ ഉള്ളൂ. അത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കാരണം അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഒരു തെറ്റും വരുത്താതെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ആ എക്സ്പ്രഷൻസ് എങ്ങനെ ഉപയോഗിക്കും, എന്താണ് അതിൻ്റെ മീനിങ് എന്നൊക്കെ നോക്കാം. ടു സം എക്സ്റ്റെൻറ്റ്. ടു സം എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി, എ ലിറ്റിൽ ബിറ്റ്, നോട്ട് കംപ്ലീറ്റ്ലി, ഭാഗികമായിട്ട്. ഇപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു, അയാൾ പറയുന്ന കാര്യങ്ങളോട് നമുക്ക് യോജിക്കാനൊന്നും പറ്റുന്നില്ല, പക്ഷേ ചെറിയ ചില കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, ഒരു പരിധിവരെ ഞാൻ നിങ്ങൾ പറയുന്നതിനോട് യോജിക്കുന്നു. ഒരു പരിധിവരെ, അത് ഒരു കുഞ്ഞ് പരിധിയാണ്. ടു സം എക്സ്റ്റെൻറ്റ്, അത് ഒരു ചെറിയ പരിധിയാണ്. ടു സം എക്സ്റ്റെൻറ്റ്, കൂടുതൽ ഭാഗങ്ങളും യോജിക്കുന്നില്ല, പക്ഷേ പാർഷ്യലി, കൂടുതൽ അല്ല, ഒരു ചെറിയ ഡിഗ്രി. ടു സം എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് അതാണ്. ഐ എഗ്രി വിത്ത് യു ടു സം എക്സ്റ്റെൻറ്റ്, ഞാൻ നിങ്ങളോട് യോജിക്കുന്നു ഒരു ചെറിയ പരിധിവരെ. ദ പ്ലാൻ വർക്ക്ഡ് ടു സം എക്സ്റ്റെൻറ്റ് ബട്ട് ഇറ്റ് നീഡ്സ് ഇംപ്രൂവ്മെൻറ്റ്. ആ പ്ലാൻ വർക്ക് ചെയ്തു ഒരു ചെറിയ പരിധിവരെ, മുഴുവനായിട്ടും നന്നായിട്ട് വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, വളരെ കുറച്ച് അത് ഓക്കെയാണ്. ബട്ട് ഇറ്റ് നീഡ്സ് ഇംപ്രൂവ്മെൻറ്റ്, അത് ഇംപ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ട്. ഇനി അടുത്തത് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. നോക്കൂ, ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്, ടു സം എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നതും ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നതും സിമിലർ തന്നെയാണ്. പക്ഷേ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി അത് സ്ട്രോങ്ങർ ആണ്. ആ ഒരു പരിധി വരെ എന്ന് പറയുന്ന ആ ഒരു പരിധി ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി കൂടുതലാണ്. എപ്പോഴും ഈ ഫ്രേസസിൻ്റെ ഒക്കെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിഗ്രി ആണ്. അത് കുറച്ചുകൂടി സ്ട്രോങ്ങർ, കുറച്ചുകൂടി കൂടുതൽ, അങ്ങനെ. അപ്പോൾ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് എന്ന് പറയുമ്പോൾ ടു സം എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ്, കുറച്ചുകൂടി സ്ട്രോങ്ങർ ആണ്. പിന്നെ അതൊരു ഫോർമൽ സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നതും. ദ ന്യൂ എംപ്ലോയി ഈസ് ഡൂയിങ് വെൽ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ബട്ട് ഹീ നീഡ്സ് ട്രെയിനിങ്. ആ പുതിയ എംപ്ലോയി, പുതിയ ജോലിക്കാരൻ എന്താ ചെയ്യുന്നത്? ഡൂയിങ് വെൽ, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്, മുഴുവനായിട്ട് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഒരു പരിധി വരെയൊക്കെ അത് അദ്ദേഹം നന്നായിട്ട് ചെയ്യുന്നു. ബട്ട് ഹീ നീഡ്സ് ട്രെയിനിങ്, അദ്ദേഹത്തിന് ട്രെയിനിങ് ആവശ്യമുണ്ട്. ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് എന്ന് നമ്മൾ മനസ്സിലായല്ലോ. ഒരു എക്സാമ്പിൾ കൂടി. ദ ഡയറ്റ് ഹാസ് ഹെൽപ്പ് മീ ലൂസ് വെയ്റ്റ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ബട്ട് ഐ സ്റ്റിൽ നീഡ് ടു ഡു എക്സസൈസ് regularly, but I still need to do exercise more. എനിക്ക് എന്നാലും കുറച്ചുകൂടി എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ടില്ല എന്നല്ലേ അതിൻ്റെ മീനിങ്. അപ്പോൾ അതാണ്, ഡയറ്റ് എൻ്റെ വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ്, കുറച്ചൊക്കെ, മുഴുവനായിട്ടും അല്ല, അതുകൊണ്ടാണ്. ബട്ട് ഐ നീഡ് ടു ഡു എക്സസൈസ്, അതുകൊണ്ടാണ് ഐ നീഡ് ടു ഡു എക്സസൈസ് എന്ന് പറയുന്നത്. ഐ സ്റ്റിൽ നീഡ് ടു ഡു എക്സസൈസ് മോർ, കൂടുതൽ എക്സസൈസ് ഇനിയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് എന്നത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്, ലാർജ് എന്ന ആ ഒരു വാക്കിൽ തന്നെയുണ്ട് അതിൻ്റെ മീനിങ്. അതായത് കുറച്ച് കൂടുതൽ, മോസ്റ്റ്ലി, കവറിങ് എ ബിഗ് പാർട്ട് ഓഫ് ദ സിറ്റുവേഷൻ. അതായത് കൂടുതൽ, അതായത് ആ പരിധി കുറച്ചുകൂടി കൂടി, ലാർജ് എക്സ്റ്റെൻറ്റ്. മൈ കരിയർ സക്സസ് ഈസ് ഡ്യൂ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ടു മൈ ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ. എൻ്റെ ഒരു കരിയറിൽ സക്സസ് എന്ന് പറയുന്ന, വിജയം എന്ന് പറയുന്നത് എന്താ? ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് എന്താണ്? ഒരു വലിയ പരിധി വരെ എന്നെ സഹായിച്ചിട്ടുള്ളത് എൻ്റെ ഹാർഡ് വർക്കാണ്. എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും എൻ്റെ ഡിറ്റർമിനേഷനും കൊണ്ടുമാണ്. അപ്പോൾ അതൊരു പരിധി വരെ അതാണ് കാരണം. അതൊരു വലിയ പരിധി വരെ, കൂടുതൽ, കുറച്ചൊന്നുമല്ല, കൂടുതൽ. ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്, എന്നാൽ മുഴുവനായിട്ടും അല്ല, നോട്ട് കംപ്ലീറ്റ്ലി, പക്ഷെ കൂടുതലും. ദ ടീംസ് വിക്ടറി വാസ് ഡ്യൂ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ടു ദെയർ ക്യാപ്റ്റൻസ് ലീഡർഷിപ്പ്
അവരുടെ ടീം വിജയിച്ചു. ആ ടീം വിജയിക്കുന്നതിന് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്, അതായത് ഒരു പരിധി വരെ, വലിയ ഒരു പരിധി വരെ, വലിയ ഒരു കാരണം തന്നെയാണ് എന്ത്, ഡ്യൂ ടു ദെയർ ക്യാപ്റ്റൻസ് ലീഡർഷിപ്പ്. ആ ക്യാപ്റ്റൻ്റെ ലീഡർഷിപ്പ് കൊണ്ടാണ് അത് വിജയിച്ചത് എന്നാണ് പറയുന്നത്. അതൊരു ചെറിയ പരിധിയൊന്നുമല്ല, വലിയ പരിധി വരെ അതാണ് കാരണം എന്നാണ്. മുഴുവനായിട്ട് അല്ലെങ്കിലും ഒരു നല്ല ഫാക്ടർ തന്നെയാണ് അത് എന്ന്. ഇനി ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാലോ, ഇതും മീനിങ് ഒന്ന് തന്നെയാണെങ്കിലും പക്ഷേ ഈ പരിധി എന്ന് പറയുന്നില്ല, ആ ഡിഗ്രി അത് ഒരുപാട് കൂടുതലായി. ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് എന്നതിനേക്കാളും കൂടി ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി എന്ന് പറയാം. എ വെരി സ്ട്രോങ് ഡിഗ്രി ആണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഹെർ സക്സസ് ഇൻ ദ കോമ്പറ്റീഷൻ വാസ് ഡ്യൂ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ടു ഹെർ ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക്. അവളുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്, അവളുടെ വിജയം എന്ന് പറയുന്നതിന് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്, അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി എന്താണ് കാരണം, ഹെർ ഹാർഡ് വർക്ക്, അവളുടെ ഹാർഡ് വർക്ക് മാത്രമല്ല ഡെഡിക്കേഷൻ, ഒരു സമർപ്പണ ബോധം ഒക്കെയാണ്. അത് ഒരു ചെറിയ പരിധിയൊന്നുമല്ല, ഒരു ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഇറ്റ് വാസ് ദ റീസൺ എന്നാണ്. ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻ ദ സിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ഒരു സിറ്റിയിലെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് കൂടുതലും അതിനെ കൂടുതലും എന്താണ്, ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒക്കെ നല്ലതല്ല എങ്കിൽ അത് അത്രയ്ക്ക് നല്ല ഒരു സിറ്റി ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻ ദ സിറ്റി ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അനുസരിച്ചിട്ടാണ് അതിനെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്, ഒരു വലിയ പരിധി വരെ അതാണ് റീസൺ. അപ്പോൾ ഇന്ന് പഠിച്ച ടു സം എക്സ്റ്റെൻറ്റ്, ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്, ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്, ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഉപയോഗിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ തന്നെ നമ്മുടെ മനസ്സിൽ എന്താണോ അത് ശരിയായ രീതിയിൽ കൺവേ ചെയ്യപ്പെടണമെങ്കിൽ ഇത് കറക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കണം. ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് എന്ന് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ടു സം എക്സ്റ്റെൻറ്റ് എന്ന് ഉപയോഗിച്ചാൽ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് എന്ന് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് എന്ന് ഉപയോഗിച്ചാലും അത് കറക്റ്റ് ആവില്ല. അപ്പോൾ ഇനി കൃത്യമായിട്ട് തന്നെ അത് ഉപയോഗിക്കുക.